ഹായ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ നമ്മളിപ്പോൾ കുറച്ച് നാളുകളായി വീഡിയോസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേർക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ നാട്ടിലപ്പോൾ വിസിറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തിരക്കായി പോയി. അതുകൊണ്ട് പിന്നെ എനിക്ക് ആ ഒരു എന്താ പറയാ വീഡിയോസോ കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് VFSലെ സിസ്റ്റം ചേഞ്ച് ആയി. അതായത് നമ്മുടെ സ്റ്റുഡന്റിനാണെങ്കിലും വർക്ക് വിസയ്ക്കാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾക്കാണെങ്കിലും VFSലെ സിസ്റ്റം ചേഞ്ച് ആയി. ഇനി മുതൽ നമ്മൾ എന്താ പറയാ, നമ്മൾ ഒരു ഏജന്റിന് വേണ്ടി നമ്മൾ കാശ് കൊടുത്ത് അഡീഷണൽ പേയ്മെന്റ് കൊടുക്കണോ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 1,00,000 രൂപ ഒന്നും കൊടുക്കണ്ട. നമുക്ക് സെൽഫായിട്ട് തന്നെ നമുക്ക് എന്താ പറയാ VFSന്റെ വെബ്സൈറ്റിൽ കയറി പോളിഷ് എംബസിയുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്ത് നമുക്ക് തന്നെ സെൽഫായിട്ട് രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് പിന്നെ അതൊരു ഡ്രോ സിസ്റ്റത്തിൽ കൂടെയാണ് നമുക്ക് അതിനുള്ള സ്ലോട്ട് അലോട്ട് ചെയ്യുന്നത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണമുണ്ട് ദോഷമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ തേർഡ് പാർട്ടി, അതായത് ഈ മൂന്നാമതിന്റെ ഇടയിൽ കൂടെ VFSൽ ഡേറ്റ് ഉണ്ടാക്കാൻ വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ പറഞ്ഞ അഡീഷണൽ പേയ്മെന്റോ ഇതോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് വൺസ് നിങ്ങളുടെ കയ്യിൽ എല്ലാ ഡേറ്റയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ വെബ്സൈറ്റിൽ കയറി സെൽഫായിട്ട് തന്നെ നമുക്ക് ഇതിന്റെ ഡേറ്റ് ബുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്കി ഡ്രോ. ഇതിലെന്ന് പറഞ്ഞാൽ ലക്ക്, ഭാഗ്യം വലിയൊരു ഫാക്ടറാണ്. നറുക്കെടുപ്പിൽ നമ്മുടെ ഡേറ്റ മുമ്പിൽ വരിക എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. ആ ഒരു ഫാക്ടർ വഴി നമുക്ക് നമ്മുടെ ഡേറ്റ നമുക്കുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ ഇത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സിന് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ VFS ഗ്ലോബൽ ഇന്ത്യ. അതിൽ നമ്മൾ നേരെ പോളണ്ട് സെലക്ട് ചെയ്ത് നമ്മൾ നേരെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ വരുന്നു. ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോകുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിലാണ് നമുക്ക് ഈ പറഞ്ഞ വിസ അപ്ഡേറ്റും എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ ജസ്റ്റ് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂസിന്റെ സെക്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാ ന്യൂ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 3rd ജൂലൈയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നാഷണൽ, അതായത് നമ്മൾ സ്റ്റുഡന്റ് പർപ്പസിനാണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ വർക്ക് പെർമിറ്റിനാണ്, വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇനി മുതൽ VFS വഴിയല്ല, ഇനി മുതൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റ് വഴിയാണ് ഇത് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ എന്താ പറയുക ഈ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ഇനി മുതൽ മുന്നോട്ടേക്ക് ഇനിയുള്ള പ്രൊസീജിയർ എല്ലാം നടക്കുന്നത്. സോ നമ്മൾ അങ്ങനെ എന്താ പറയാ ആ ന്യൂസിൽ നമുക്കിത് ഓരോ അപ്ഡേറ്റ് നമുക്കറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. സോ വൺസ് നമ്മൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് മാറ്റുക എന്നുള്ളതാണ്. കാരണം ഇത് ഓഫ് കോഴ്സ് പോളിഷിലായിരിക്കും. നമ്മൾ നേരെ അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുക. ഇംഗ്ലീഷിലേക്ക് മാറ്റിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മളപ്പോൾ നേരെ ഇന്ത്യ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, 2 ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് മുംബൈ എംബസിയും അതുപോലെ തന്നെ നമുക്ക് ഡൽഹി എംബസിയും നമുക്ക് കാണാൻ പറ്റും. സോ നോർത്തിൽ നിന്നും വരുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഡൽഹി എംബസിയും, നമ്മുടെ സൗത്തിൽ നിന്നാണെങ്കിൽ പോകുന്നത് മുംബൈ എംബസി ആയിരിക്കും. നമ്മൾ ജസ്റ്റ് റാൻഡായിട്ട് നമ്മളൊരു എംബസി ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ നമുക്ക് വൺസ് അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർക്കാണ് ഈ ഒരു എംബസി വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് നേരെ ഡയറക്റ്റ് നമുക്കിനകത്തുനിന്ന് കാണാൻ പറ്റും. സോ നമ്മൾ നേരെ താഴോട്ട് പോകുന്നു, കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ രജിസ്ട്രേഷൻ ഫോമിലേക്ക് വരുന്നു. വൺസ് രജിസ്ട്രേഷൻ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ജസ്റ്റ് റോബോട്ട് അല്ല എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുത്ത് അത് തെറ്റിപ്പോയി, സോറി. പിന്നെ നേരെ ക്യാപ്ച നമ്മൾ നേരെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിന്റെ പ്രിലിമിനറി ഫോം നമുക്ക് കിട്ടുവാണ്. അതായത് നമ്മൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഫസ്റ്റത്തെ സ്റ്റെപ്പ്. നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസ്, നമുക്ക് എന്ത് പർപ്പസിനാണെന്നുള്ളത്, അതായത് വർക്കിനാണോ, സ്റ്റഡി പർപ്പസിനാണോ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി കംപ്ലീഷന് വേണ്ടി രണ്ടാമത് പോകുന്നതിനാണോ, അതോ അല്ലെങ്കിൽ വേറെ PhD അതുപോലത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളത് നമ്മൾ നേരെ നമുക്കുള്ള ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യുക. സോ നമ്മൾ യൂഷ്വലി നമ്മൾ എന്താ പറയുക, നമ്മൾ നേരെ വർക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ന്യൂഡൽഹി എംബസി നമ്മൾ ജസ്റ്റ് എംബസി സെലക്ട് ചെയ്യുന്നു.
വൺസ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് അവരുടെ ഡിസ്ക്രിപ്ഷൻസ് ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയുകയാണ്. അതായത് നമ്മൾ എന്താ പറയുക, ഇത് ജസ്റ്റ് ഒരു പ്രിലിമിനറി ആപ്ലിക്കേഷൻ ഫോം ആണ്. വൺസ് ഇതിനകത്ത് നമ്മൾ എല്ലാ ഡേറ്റയും ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്ന ഡേറ്റ വെരിഫൈ ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ വർക്ക് പെർമിറ്റ് ആണ് നമ്മൾ ഡേറ്റ കൊടുക്കുന്നതെങ്കിൽ വർക്ക് പെർമിറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും അവർ എന്താ പറയുക, പോളണ്ടിലുള്ള ഏത് പ്രൊവിനൻസ് ആണോ ഇഷ്യൂ ചെയ്തത് അവരുമായിട്ട് വെരിഫൈ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്കൊരു കൺഫർമേഷൻ തരുന്നു, ഇതെല്ലാം പക്കയാണെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കൺഫർമേഷൻ ഇമെയിലും കൂടി വരുന്നു. ആ ഒരു ഇമെയിലിൽ എന്താ പറയുക, ഇങ്ങനെ 2 ഇമെയിലാണ് വരുന്നത്. ഒന്ന് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ഡേറ്റ അപ്ലോഡ് ചെയ്ത ശേഷം നമുക്കൊരു ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ വരും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്ത് നിങ്ങളെ ഡേറ്റ ഈ പറഞ്ഞ ഇതിനകത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ലൈക്ക് ഡ്രോയിലേക്ക് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. സോ നമുക്ക് ഈ വെബ്സൈറ്റിൽ അടുത്ത എപ്പോഴൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതായത് അടുത്ത ഡ്രോ എപ്പോഴാണെന്നുള്ളത് ഇന്ന് 14-ാം തീയതിയാണ്. സോ നമുക്ക് അടുത്ത ഡ്രോ വരുന്നതെന്ന് പറഞ്ഞാൽ നാളെ ഒരു ഡ്രോ ഉണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള ഏതൊക്കെ അവേഴ്സിലാണ് ഈ പറഞ്ഞ ഡ്രോ നടക്കുന്നതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ, അതായത് നെക്സ്റ്റ് അപ്കമിങ് ഡ്രോസ് ഒക്കെ എപ്പോഴാണ് നടക്കുന്നതെന്നുള്ളതും ഏത് പീരീഡിലാണ് നടക്കുന്നതെന്നുള്ളതെല്ലാം അറിയാൻ പറ്റും. നിങ്ങൾ വൺസ് ഈ ഫോം ഫില്ല് ചെയ്ത് പിന്നെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ മെസ്സേജ് അല്ലെങ്കിൽ മെയിൽ വരും, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട് അല്ലെങ്കിൽ സെലക്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെയിൽ വരും. സോ നമ്മൾ ആദ്യം എന്താ പറയുക, കംപ്ലീറ്റ് ദ പ്രിലിമിനറി ആപ്ലിക്കേഷൻ ഫോം. ഇതിൽ നമുക്ക് എന്താ പറയുക, ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർനെയിം, ഇപ്പം നമ്മുടെ വീട്ടുപേര് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, നമുക്ക് മെസ്സേജ് വരുന്നുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ ട്രാവൽ ഡേറ്റ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ട്രാവൽ ഡേറ്റയിൽ നമ്മൾ ഡേറ്റ് കൊടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ന് 14 ജൂലൈ 2024 ആണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുകയാണ് ഈ നമ്മൾ പോകുന്നത് 14 ജൂലൈ 2024 ആണ് നമ്മൾ പോകുന്നതെന്ന് വിചാരിക്കുക. സോ നമ്മളത് റിട്ടേൺ, അതായത് നമ്മൾ ഡിപ്പാർച്ചർ ഡേറ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 365 ഡേയ്സ് ആയിരിക്കണം നമ്മൾ ഡിപ്പാർച്ചർ ഡേറ്റ് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് 3 ഇയേഴ്സ് കോഴ്സ് ആയിരുന്നെങ്കിലും ചിലവർക്ക് 2 ഇയേഴ്സ് കോഴ്സ് ഉണ്ടാവും. എന്നിരുന്നാൽ പോലും നമ്മൾ കറക്റ്റ് 365 ഡേയ്സ്, അതായത് ഇന്നിപ്പോൾ ഇവിടെ 14/7 ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 2025 ജൂലൈ 13 കൊടുക്കേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഈ ഒരു 1 ഇയർ എന്ന് പറയുന്നത്, അതായത് വിസ പീരീഡ് എന്ന് പറയുന്നത് 365 ഡേയ്സ് ആണ്. അതുകൊണ്ട് ഈ ഒരു ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും വർക്ക് പെർമിറ്റിലാണെങ്കിലും ഉള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 3 ഇയേഴ്സോ 5 ഇയേഴ്സ് എത്ര ഇയേഴ്സ് കോഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് 1 ഇയർ പീരീഡ് ആണ്. അതായത് എക്സാക്ട്ലി 365 ഡേയ്സ് ആണ്. കാരണം നമ്മുടെ മാക്സിമം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 365 ഡേയ്സ് ആണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രാവൽ ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള പാസ്പോർട്ടിന്റെ നമ്പർ അടിക്കുന്നു, ഡീറ്റെയിൽസ് കൊടുക്കുന്നു. പിന്നെ വേറെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വേറെ നമ്മൾ ഡോക്യുമെന്റ്സ് ഒന്നുമില്ല, മെയിൻ ആയിട്ടുള്ള ട്രാവൽ ഡോക്യുമെന്റ്സ് തന്നെയാണല്ലോ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റിന്റെ കാര്യങ്ങളാണ്. ഏത് ടൈപ്പ് വർക്ക് പെർമിറ്റ് ആണെന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, അതിൻ്റെ നമ്പർ, വർക്ക് പെർമിറ്റിന്റെ നമ്പർ, അതുപോലെ എന്നാണ് ഇത് ഇഷ്യൂ ചെയ്തതെന്നുള്ള അതിൻ്റെ വാലിഡിറ്റി എന്നാണ് തീരുന്നതെന്നുള്ളത്, അതുപോലെ തന്നെ ഇഷ്യൂഡ് ബൈ ഏത് പ്രൊവിനൻസ് എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ എന്താ പറയുക, സിസ്റ്റം നേരെ പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെയിൽ വരുന്നു, ഇത് നിങ്ങളുടെ പ്രോസസ്സിങ് ഇത് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 48 hours കഴിയുമ്പോൾ ഇവരെന്തെന്ന് വെച്ചാൽ ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മെയിലും കൂടി വരും, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റാന്ന് പറഞ്ഞുകൊണ്ട്. ഇനി ചാൻസ് അത് നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്തേക്കുന്ന ഡോക്യുമെന്റ്സ് തെറ്റാണെങ്കിൽ അതും വരും. ഇങ്ങനെ ഒരു ഡോക്യുമെന്റ്സ് ഇല്ല, ഇത് ഫേക്കാന്ന് പറഞ്ഞുകൊണ്ട് അതും വരും. ഫേക്കാന്നല്ല, ഈ ഒരു പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇൻഫർമേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. സോ വൺസ് ഈ 2 മെയിലുകൾ വന്ന ശേഷം ഇനി അടുത്ത പ്രൊസീജിയർ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡ്രോയിങ് സിസ്റ്റത്തിലേക്ക് വരുന്നു. ഈ മുമ്പത്തെ പേജിൽ കണ്ട പോലെ തന്നെ എല്ലാ ഡേറ്റിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 15 അടുത്ത ഡ്രോ വരുന്നുണ്ട്. അപ്പോൾ 15 ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്, ഇന്ന ഡേറ്റിലാണ് നിങ്ങൾക്ക് വിസ എംബസി ഇന്റർവ്യൂ വരുന്നത് അല്ലെങ്കിൽ വിസിറ്റ് വരുന്നത് ഇന്ന ഡേറ്റിലാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വരും. ഇല്ലെങ്കിൽ പറയും നെക്സ്റ്റ് ട്രൈ എന്ന് പറഞ്ഞുകൊണ്ട്, ഇതിൽ സെലക്ട് ആയിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു ട്രൈ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വരും. സോ ഇത് മുമ്പ് ഈ അബ്രോഡുള്ള ആളുകൾക്ക്, എസ്പെഷ്യലി കുവൈത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സബ്മിറ്റ് ചെയ്ത ആൾക്കാർ ഇത് ഓൾറെഡി പരിചയമാണ്. കാരണം അവിടെ
ഈ ഒരു പ്രൊസീജിയറിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ നമുക്കിത് ഒരു എന്നെ സംബന്ധിച്ചുള്ള ഒരു ഗുണമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഇതിനകത്തൊരു നെഗറ്റീവ് സൈഡ് വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ലക്ക് ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഒരു ഏകദേശം ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പീരീഡ്, അതായത് ഈ വർക്ക് പെർമിറ്റിന്റെ പീരീഡ്, ഇത് വലിയൊരു ഫാക്ടർ ആവാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇവർക്ക് ചിലപ്പോൾ ഒരു പ്രയോറിറ്റി വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം നമ്മളത് സബ്മിറ്റ് ചെയ്തേക്കണം 1-2 പേരുടെ ജസ്റ്റ് ഞാൻ അങ്ങനെ അധികം പേരൊന്നുമില്ല, ഒരു 10-20 പേരുടെ കേസ് സ്റ്റഡി എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റ് കുറഞ്ഞ ആളുകൾക്ക്, അതായത് പീരീഡ് കുറഞ്ഞ ആളുകൾക്ക് ചെറിയൊരു പ്രയോറിറ്റി വരുന്നുണ്ട് ഡേറ്റ് കൂടുതലുള്ള ആൾക്കാരെക്കാളും. സോ അത് പക്ഷെ അത് ഒരിടത്തും ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല, ഇതൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് പേരുടെ ഇത് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ചിലപ്പോൾ ഉറക്കാവും, ചിലപ്പോൾ ഉറക്കാവില്ല. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ ഇതെല്ലാം ഈസിയാണ്, നമുക്ക് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.